3 സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ബേസിൽ ജോസഫ്. അദ്ദേഹം നമ്മുടെ സംവിധാനം ചെയ്ത 3 സിനിമകളും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അദ്ദേഹത്തിന് ഒരു നടനായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ട പടത്തിൽ, ഇപ്പോൾ ഇറങ്ങിയുള്ള പടം അതിരിപ്പട എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ, ആ പടത്തിൽ അഭിനയം കണ്ടപ്പോൾ ഇവന് അഭിനയത്തിൻ്റെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇവന് ബാലപാഠം പഠിച്ചിട്ട് വരണം എന്നാണ് തോന്നുന്നത്. അത്ര വൃത്തികെട്ട, അത്രയും റോങ്ങായ, അത്രയും മോശമായുള്ള അഭിനയമാണ്. പച്ച ചാണം വാരി അവൻ്റെ മുഖത്തെറിഞ്ഞാൽ പോലും അവൻ്റെ മുഖത്തൊരു ഭാവം വരില്ല. അങ്ങനത്തെ ഒരു വൃത്തികെട്ട നടനായിട്ടാണ് നമുക്കിപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ അവനെ പറ്റി പറയാനുള്ളത്. അതേപോലെ തന്നെ സർവമായ എന്ന പടത്തിൽ അഭിനയിച്ച ഒരു നടിയുണ്ട് നായികയായിട്ട്. ആ നടീന് മൂപ്പരെ നായികയായിട്ട് വന്നിരിക്കുന്നത്. ഒരു അഭിനയം എന്ന് പറയണത് അഭിനയിക്കാൻ അറിയില്ല. അതിലത്തെ പോലെ തന്നെ ഇളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു കാര്യവിവരവും ഇല്ല, ഒരു ഭാവവും ഇല്ല. ഇതേപോലെ തന്നെ പച്ചച്ചാണെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലും മുഖത്ത് അതേ ഭാവം തന്നെ വയ്ക്കുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇതിനാണ് പിടിച്ച നായികയാക്കിയിരിക്കുന്നത്. ഈ ടൊവിനോ എന്തിനാണ് ഈ പടത്തിൽ വന്ന് അഭിനയിച്ചത് എനിക്കൊരു പിടുത്തമില്ല. കഷ്ടകാലം നേരത്തെ അവതിൽ വന്ന് അഭിനയിച്ചത്. ഒരു ഫ്രെയിം പോലും നല്ലത് വയ്ക്കാത്ത എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ സിനിമയിലേക്ക് കാണാൻ പോകരുത്. ഈ സിനിമ കാണുക എന്നുള്ള മനസ്സിൽ പോലും നിങ്ങൾ ചിന്തിക്കരുത്. അത്ര വൃത്തികെട്ട സിനിമയത്. അതേപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക വശം കംപ്ലീറ്റ് വീക്കാണ്. ഇതിൽ നല്ലൊരു മ്യൂസിക്കില്ല, നല്ലൊരു പാട്ടില്ല, നല്ലൊരു ഫൈറ്റില്ല. ഇതിലൊരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയില്ല എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലത്. കുറേ ഊമ്പിയ നടന്മാരുണ്ട് ഇത്രയുള്ള ഈ സിനിമയിൽ. ഇങ്ങനത്തെ സിനിമയാണ് മലയാള സിനിമയുടെ ശാപം. മലയാള സിനിമയെ നശിപ്പിക്കുന്നത് ഇവനെപ്പോലുള്ളവരാണ്. 2 സിനിമ എങ്ങനെയൊക്കെ ഒരു പൊട്ടമാകുമ്പോൾ കല്ലെറിയുന്ന പോലെ 2 മാങ്ങ വീണെന്ന് വിചാരിച്ചിട്ട് ഇവനൊന്നും വലിയ നടനല്ല കേട്ടോ. ഞാനൊക്കെ തുടക്കത്തിൽ വിചാരിച്ചു ഒരു ശ്രീനിവാസൻ സ്റ്റൈലിലൊക്കെ കയറി വരുന്നുള്ളത്. ഈ കൂതറ എവിടെയും കയറില്ല. ഈ കൂതറയുടെ ഒരു ചുക്കുമില്ല. ഇത് ഡയറക്ഷനിലേക്ക് തന്നെ പോകാൻ നല്ലത്. പൊന്നു മോനെ, നീ അഭിനയിക്കല്ലേ. നിൻ്റെ മുഖത്ത് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി നീ ഒരു സ്റ്റാറ്റാണെന്ന്. എല്ലാ സിനിമകളും ഒരേ മുഖം വെച്ച് ഒരേ രീതിയിൽ അഭിനയിക്കുന്ന ഒരു കൂതറയാണ് നീയെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കൊഞ്ഞനം കുത്തേണ്ട കാര്യം ഉണ്ടായിരുന്ന നിനക്ക്? ഇതാ ഞാൻ ചോദിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാലോ ഇങ്ങനൊരു കഥ വരുമ്പോൾ ഇതെങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുക. ആ പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പ്രേക്ഷകർ ഏറ്റെടുക്കുക. ഇതിൽ നീ എന്തെങ്കിലും കണ്ട ഈ സിനിമയിൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് നീ വെച്ചിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ നിൻ്റെ വലിയ അഭിനയ, അല്ലെങ്കിൽ കുറച്ച് കോമഡിയാണ്, നല്ലൊരു ഫൈറ്റാ, ഒരു കോളേജിനെ ചുറ്റിപ്പറ്റി ആദ്യം അവസാനം ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അവസാനിപ്പിക്കാനുള്ള ഒരു സാധനം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലിരുത്തി ബോറടിപ്പിച്ച് കൊന്നില്ലെങ്കിൽ അത്രയും വൃത്തികെട്ട സിനിമയത്. ദയവ് ചെയ്ത് നിങ്ങൾ ഒരാൾ പോലും ഈ സിനിമ കാണരുത്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. കാരണം ചൊറിഞ്ഞു കയറും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള കാശ് പോയില്ലോ, അതുകൊണ്ട് സമയം നഷ്ടപ്പെട്ടു.